മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് പങ്കെടുക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഓർപ്പിച്ചതുപോലെ ദീർഘവർഷങ്ങൾ ഒരു കുടുംബ ബന്ധമുണ്ട്. അതുകൂടാതെ ആത്മീയ ശുശ്രൂഷയിലും നല്ല ബന്ധം കർത്താവ് തന്നു. ഞാൻ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആലത്തൂർ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിൽ 19 വർഷം ഉണ്ടായിരുന്നു. 19 വർഷമുള്ള അവിടുത്തെ സെൻറ്ററിൻ്റെ ശുശ്രൂഷയിൽ 16 വർഷവും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ ജെ അലക്സ് കുടുംബമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവം ഈ സഭയ്ക്ക് കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ പ്രാവശ്യത്തെ സ്ഥലമാറ്റത്തിൽ അദ്ദേഹത്തെ എൻ്റെ സെൻറ്ററിലേക്ക് താല്പര്യപ്പെട്ടതാണ്. എന്നാൽ ദൈവം നിങ്ങൾക്കായിട്ട് വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത്. കർത്താവിൻ്റെ ദാസൻ വളരെ അനുഗ്രഹീതനായ ദൈവദാസനാണ്. ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കുവാനും അത് വിവിധ തലങ്ങളിലെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസനാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്ക് കർത്തൃദാസനെ കുടുംബത്തിൽ ലഭിച്ചതിൽ ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ശുശ്രൂഷ കാലയളവ് കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അനുഗ്രഹമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിൽ എനിക്ക് ഇങ്ങനെ വരാനായിട്ടുള്ള അവസരം ഉണ്ടായി. ഞങ്ങൾ കുടുംബമായിട്ട് വന്നു. സഭയുടെ സെക്രട്ടറി പ്രിയ ജോസച്ചാൻ, മറ്റ് പ്രിയപ്പെട്ടവർ, ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും, ട്രഷറർ, എല്ലാവർക്കും ഞാൻ വന്ദനം പറയുന്നു. ഈ സഭയിൽ എനിക്ക് പാസ്റ്റർ പറഞ്ഞതിൻ്റെ കൂട്ട് ഇഴയെടുപ്പുള്ള പല കർത്തൃദാസന്മാരുണ്ട്. ഞാൻ ആലത്തൂർ സെൻറ്ററിലായിരുന്നപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ മാതൃ സെൻറ്ററായിരുന്നു ആലത്തൂർ പാസ്റ്റർ CT ജോൺ. അദ്ദേഹത്തിൻ്റെ മിസ്സസ് എന്നിവിടെയുണ്ട്. വളരെ സന്തോഷം. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ ഭാര്യയുടെ അവരൊരുമിച്ച് സെക്കുലറായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. വളരെ താല്പര്യമായിട്ട് ഇങ്ങനെ ആയിരിക്കാനിടയായല്ലോ. അതുപോലെ തന്നെ ഞാൻ പാമ്പാടി സെൻറ്ററിലായിട്ട് ഇപ്പോൾ 6 വർഷം തികയാണ്. 2020 ഓഗസ്റ്റിലാണ് ഞാൻ അവിടുത്തെ ശുശ്രൂഷ ഏറ്റെടുത്തത്. ഇന്നൊരു 26 ഓഗസ്റ്റ് ആയപ്പം 6 വർഷമാകുന്നു. അവിടെ എൻ്റെ കൂടെ ഒരു ടേം പാസ്റ്ററായിട്ട് ശുശ്രൂഷ ആളാണ് പാസ്റ്റർ തോമസ് എബ്രഹാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എൻ്റെ സെൻറ്ററിലായിരുന്നു. ഒരു വലിയ സഭയുടെ പാസ്റ്ററായിരുന്നു. ആ കർത്താവിൻ്റെ ദാസൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് ചിന്തിച്ച് ഇവിടെ വന്നു. എന്നാൽ ഇന്ന് എന്നോട് പറഞ്ഞു ഞാനൊരു പ്രോഗ്രാം എടുത്തു പോയി. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് അടിയന്തരമായിട്ട് പോവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കമ്മിറ്റി 3 മണിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തെങ്കിൽ ഞാൻ ഈ ഡേറ്റ് പറയത്തില്ലായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസൻ കുടുംബമാണ്. പിന്നെ ഇവിടെ വടക്കഞ്ചേരി ജോസഫ് പാസ്റ്ററുടെ മിസ്സസ്, ഇവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ പാസ്റ്ററെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്ററുടെ മിസ്സസ് ജിൻസി വളരെ വളരെ താല്പര്യമായിട്ട് ഞാൻ പറഞ്ഞ വളരെ ഈ അലക്സ് പാസ്റ്ററുടെ കൂടെ അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ശുശ്രൂഷയിൽ വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയാണ്. അവനും വളരെ അനുഗ്രഹിക്കപ്പെട്ട മോനാണ്. എനിക്കൊരു ചെറിയ സ്കൂള് ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ഇപ്പോഴും ഉണ്ട് സ്കൂള്. ആ സ്കൂളിൽ അവൻ പഠിച്ചു. വളരെ അങ്ങനെ ഒരു നല്ല ബന്ധം പ്രിയ
പാസ്റ്ററുമായിട്ടും കുടുംബമായിട്ട് എല്ലാ നിലയിലുമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ നമുക്ക് ഒരിടത്ത് പറഞ്ഞയക്കാൻ കൊള്ളാകുന്ന, ഞാനങ്ങനെ അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരു മാസത്തെ എല്ലാ പ്രോഗ്രാമും ദോഹ AG ചർച്ച് ക്രമീകരിച്ചു. ഞാൻ ദുബൈയിൽ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ചിന്തിച്ചു, ഞാൻ ദുബൈയിലുണ്ട്, വിവിധ ഇടങ്ങളിൽ ഉണ്ട്, എന്നാൽ ഈ പാസ്റ്റർ അലക്സ് വിദേശത്ത് പോയിട്ടില്ല. അന്നേരം എൻ്റെ പ്രോഗ്രാം എല്ലാം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്. ഞാൻ ആ ചർച്ചിൽ 2005 പോയിട്ടുണ്ട്. അന്നേരം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയുന്നതിന് ബുദ്ധിമുട്ട് തോന്നരുത്. അങ്ങനെ പാസ്റ്റർ KJ അലക്സിനെ ഒരു മാസത്തേക്ക് അവരോട് നിർബന്ധിച്ച് അങ്ങനെ അവിടെ ഒരു മാസം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനുള്ള അവസരം കർത്താവ് കൊടുത്തു. അവർക്കും വളരെ സന്തോഷമായിരുന്നു. കർത്തൃദാസന്മാരുടെ ശുശ്രൂഷ മനസ്സിലാക്കി പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഇതൊരു ദൈവാനുഗ്രഹമാണ്. എനിക്ക് ഈ ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾക്ക് പാമ്പാടി സെൻറ്ററിൽ 4 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലും ആന്ധ്രയിലുമായിട്ട് 180 പ്രവർത്തന സ്ഥലങ്ങളുണ്ട്. 80 പ്രവർത്തന സ്ഥലങ്ങളും ആന്ധ്രയിലാണ്. ഇപ്പോഴ് കഴിഞ്ഞ ഏപ്രിൽ 9 മുതൽ 12 വരെ ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കൺവെൻഷനായിരുന്നു. 57ാമത് ഞങ്ങളുടെ സെൻറ്റർ കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഞങ്ങൾ മിഷണന്മാരെ കൊണ്ടുവന്നു. അവരുടെ എല്ലാ ചെലവും എടുത്ത് അങ്ങനെ കൊണ്ടുവന്ന്, ആ കൂട്ടത്തിൽ ആന്ധ്രയിൽ നിന്ന് ഏകദേശം ഒരു 10-25 പരം കർത്തൃദാസന്മാരും കൂടി 50ഓളം ആളുകളുണ്ടായിരുന്നു ആന്ധ്രയിൽ നിന്ന് തന്നെ. അന്നേരം അന്ന് പാടിയ പാട്ടാണ് ഇവരിന്ന് പാടിയത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ ദർശനവും വലിപ്പപ്പെടണം. സഭയ്ക്കുള്ള ഒരു ദർശനം എന്ന് പറയുന്നത് അത് വിശാലമാകണം, മാക്സിമം വലിപ്പപ്പെടണം. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ച് ദൈവാനുഗ്രഹം നമ്മിലേക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ പാമ്പാടി സെൻറ്ററിൽ ചെന്നതിന് ശേഷം മിക്കവാറും എല്ലാ ദിവസവും കൂട്ടായ്മയുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന, അത് നോർത്ത് ഇന്ത്യയിലുള്ള ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചേർത്തുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗാണ്. ചൊവ്വാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഞങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട്, 5 മണി മുതൽ 6 മണി വരെ. അതുപോലെ നമുക്ക് ബൈബിൾ സെമിനാർ ഓൺലൈനും ഓഫ്ലൈനായിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 40 പരം കൂട്ടായ്മ ഒരു മാസമുണ്ട്. 40 പരം കൂട്ടായ്മ ഒരു മാസമുണ്ട്. ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ല ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം പറയുന്നത്. അന്നേരം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സമയം, ഞാൻ ഒരു ചിന്ത ഞങ്ങളുടെ സെൻറ്ററിൽ വെച്ചത് ഇതാണ്: ഷോർട്ട് ടൈം ബിഗ് അസൈൻമെൻറ്റ്. കുറച്ച് സമയം വലിയ പദ്ധതികൾ, വലിയ പ്രവൃത്തികൾ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വലിയ സമയം എടുത്തിട്ട് കൊച്ചു പരിപാടി, വലിയ സമയം എടുത്തിട്ട് ചെറിയ പരിപാടി. എന്നാൽ ഞാൻ വെച്ച ഒരു തീം, അതിൻ്റെ ഇതാണിത്: കുറച്ച് സമയം, ഷോർട്ട് ടൈം ബിഗ് അസൈൻമെൻറ്റ്. സഭയിലൊക്കെ ബാനർ, ഫ്ലെക്സ് വെക്കാൻ തുടങ്ങി. 100 ആത്മാക്കൾ, 100 കുടുംബങ്ങൾ, ഇങ്ങനെയൊക്കെ ആത്മഭാരത്തോടെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. സഭകളിൽ ആത്മാക്കൾ വരാൻ തുടങ്ങി. ഈ പ്രാവശ്യവും 22 പാസ്റ്റർമാർക്ക് സ്ഥലമാറ്റം കൊടുത്തു.
എന്ന് പറഞ്ഞാൽ തോമസ് എബ്രഹാം പാസ്റ്റർക്ക് അറിയാം, പ്രവർത്തനങ്ങൾ നടക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലതായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള. കർത്താവിൻ്റെ വരവ് നമുക്ക് വളരെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഫിലദൽഫിയ സഭയിലുള്ള ഓതറയിലുള്ള ഫിലദൽഫിയ സഭ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 83-84 കാലയളവിൽ 84 ഗ്രാജുവേറ്റ് എബ്രോൺ ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ് ഞാൻ. ഇവിടെ ആളുകൾ, സഭ പെരുകിയിട്ടുണ്ട്, ആത്മാക്കൾ പെരുകിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധന ചെയ്യണം. ഇന്ന് അല്പസമയം കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ വചനഭാഗം അറിയാത്ത ആരെങ്കിലും ഈ ഫിലദൽഫിയ സഭയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ആരും കാണൂല്ല ഇവിടെ. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ തൂക്കിയിടുന്ന സ്റ്റിക്കറില്ലേ, പതിപ്പിക്കുന്ന സ്റ്റിക്കറില്ലേ, ആ സ്റ്റിക്കറിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമ്മളിതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പൗലോസ് ലീഹയുടെ മിഷണറി യാത്രയിൽ, പ്രത്യേകിച്ചും 2-ാം മിഷണറി യാത്രയിൽ രൂപപ്പെട്ട സഭയാണ് കൊരിന്ത്യ സഭ. 3 മിഷണറി യാത്രയാണ് നടത്തിയേക്കുന്നത്. 1-ാമത്തെ മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 14, 15-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം വരെ. 2-ാം മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 39-ാം വാക്യം മുതൽ 18-ാം അധ്യായത്തിൻ്റെ 23. 3-ാം മിഷണറി യാത്ര 18-ാം അധ്യായത്തിൽ തുടങ്ങി 21-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അന്നേരം ഈ 2-ാം മിഷണറി യാത്രയിൽ പൗലോസ് ഫിലിപ്പിയിലെ പുഴവക്കത്ത് ഇങ്ങനെ ദൈവാത്മാവ് ആ നിലയിൽ അയച്ചു. ആദ്യം വിലക്കി, തുടർന്ന് ദൈവവിളി, മാസിഡോണിയൻ വിളിയുണ്ടായി. ആദ്യം തൊയ്ത്തീരയൊക്കെ ഉൾപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ടെ ഉടനെ ദൈവാത്മാവ് പറഞ്ഞു, അത് വേണ്ട, നീ ഇന്നിടത്തേക്ക് വിളിയുണ്ടായി, അവിടേക്ക് പോയി. അങ്ങനെ തൊയ്ത്തീര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായ ലുദിയയും കൂട്ടരുമൊക്കെ പുഴവക്കത്തിരിക്കുകയായിരുന്നു. ആ പുഴവക്കത്തിരിക്കുമ്പോൾ പൗലോസ് അവരുടെ ഇടയിലേക്ക് ചെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അങ്ങനെയാണ് ഫിലിപ്പിയ സഭ ഉണ്ടാകുന്നത്. അതിനുശേഷം തെസലോനിക്കയിലേക്ക് പോയി, അവിടെ സഭയുണ്ടായി. അതിനുശേഷം ബെരോവയിലേക്ക് പോയി, അവിടെ സഭയുണ്ടായി. പൗലോസ് പറഞ്ഞു, ബെരോവയിലുള്ളവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിക്കുമായിരുന്നു. അതിനുശേഷമായിട്ട് അഥേനയിലേക്ക് പോയി, തുടർന്ന് കൊരിന്ത്യയിലേക്ക് പോയി. ആ കൊരിന്ത്യയിൽ ഏകദേശം 1.5 വർഷക്കാലം ശുശ്രൂഷിച്ചപ്പോൾ, അവിടെ താമസിച്ച് പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ സഭയാണ് കൊരിന്ത്യ സഭ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൊരിന്ത്യ സഭ. ഈ കൊരിന്ത്യ സഭയിൽ അവിടെ ദൈവപ്രവൃത്തികളൊക്കെ ഉണ്ടായി. കൃപാവരങ്ങളൊക്കെ ഒത്തിരി അവിടെ വെളിപ്പെടാനായിട്ട് തുടങ്ങി.
ആത്മാക്കൾ കൂട്ടത്തോടെ വരാൻ തുടങ്ങി. ഒരു സഭയിലോട്ടങ്ങ് ചെന്ന ഒരാൾ പ്രവചിക്കുന്നു, ഒരാൾ വെളിപ്പാട് പറയുന്നു, ഒരാൾ വ്യാഖ്യാനിക്കുന്നു, ഒരാളുടെ മേൽ രോഗശാന്തിയുടെ വരം, ഒരാളുടെ മേൽ ഭൂതശാന്തിയുടെ വരം. ഇങ്ങനെ ഒത്തിരി വരമുള്ള ഒരു സഭയായി മാറി. പക്ഷെ വരം ഒത്തിരി ഉണ്ടെങ്കിലും വിവരം വേണ്ട പോലെ ഇല്ലായിരുന്നു. വരം ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇല്ലായിരുന്നു, ചില കാര്യങ്ങളിൽ വിവരമില്ലായിരുന്നു. ഇന്നും നമ്മുടെയൊക്കെ ഇടയിൽ ധാരാളം വരമുണ്ട്, പക്ഷെ എന്തില്ല? ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയാൻ മടിക്കണ്ട. ഇവിടുത്തെ കാര്യമല്ല, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. കൊരിന്ത്യൻ സഭയിലുള്ള പ്രശ്നം അതായിരുന്നു. അവിടെ ഒത്തിരി കൃപാവരങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള ആളുകളുണ്ട്. പൗലോസ് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആത്മീയരോടെന്ന പോലെ അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രശ്നങ്ങൾ അങ്ങനെ ആയിരുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ലീഗ നമ്മൾ വായിച്ച വചനഭാഗം പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അന്നേരം നമ്മളിത് ചിന്തിക്കുമ്പം നമ്മൾ ഈ വാക്യമൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സത്യമല്ലേ? നമ്മൾ നമ്മുടെ മക്കൾ US യൂറോപ്പിലോ മറ്റ് മിഡിൽ ഈസ്റ്റിലോ അല്ലെ അവർ നല്ല വിദ്യാഭ്യാസം പ്രാപിക്കുമ്പോഴോ, നമ്മൾ നല്ല വീട് വെക്കുമ്പോഴോ, നമ്മൾ എഴുന്നേറ്റ് അടുത്തിരിക്കുന്ന സഹോദരിക്ക് ഒരു ചെറ്റക്കുടിൽ പോലും വേണ്ട പോലെ കാണത്തില്ലേലും നമ്മൾ എഴുന്നേറ്റ് പറയും, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ ആനന്ദ തൈലം കൊണ്ട് ദൈവം. ഇതൊക്കെ നല്ലതാ, പറയുന്നതിന് ഒരു തെറ്റില്ല. പക്ഷെ അതിനകത്ത് അത്ര ശരിയില്ല. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രളയം, നമ്മളിവിടെ വന്നു, വളരെ സന്തോഷം, ദൈവം നമ്മെ കൊണ്ടുവന്നു. പക്ഷേ ആരാധനയ്ക്ക് പോകാൻ പറ്റാത്ത ആളുകൾ എത്രമാത്രം പിടയുന്നുണ്ട്, മനസ്സ് പിടയുന്നുണ്ട്. അവരുടെ ദുഃഖത്തില്, അവരുടെ ആ മനസ്സിന്റെ വിഷമമില്ലേ, അത് നാം ദൈവത്തോടെ പറയണം. നമുക്ക് ആരാധിക്കാൻ കൃപ കിട്ടിയെന്നുള്ളത് ശരിയാണ്, നമുക്ക് ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയെന്നുള്ളത് ശരിയാണ്, നമുക്ക് പ്രളയം നമ്മളെ ബാധിച്ചില്ലെന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രളയം അവരെ ബാധിച്ചത് അവരുടെ തെറ്റുകൊണ്ടല്ലല്ലോ, അവരുടെ തെറ്റുകൊണ്ടല്ലല്ലോ. അവർക്കും കൂടെ ഓർത്ത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവരിന്ന് ആരാധന ഒരു പക്ഷേങ്കിൽ മനസ്സോടല്ലെങ്കിൽ പോലും നഷ്ടപ്പെടുത്തി വീട്ടിലായിരിക്കുമ്പം അവർക്ക് കൂടെ ഒരു നിമിഷം ഓർത്ത് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുമോ? ഇറാനിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആളുകൾ ഇന്ന് ചെളിവാരുക, വെള്ളം കുറഞ്ഞപ്പോൾ അവർ ചെളിവാരുക. അവര് തെറ്റ് ചെയ്തുകൊണ്ടല്ല, നമ്മൾ അവരെക്കാൾ നീതിമാന്മാരായതുകൊണ്ടുമല്ല. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരുമ്പോൾ ദൈവത്തിന് എത്രയും സ്തോത്രം പറയാമോ അത്രയും നാം സ്തോത്രം പറയണം. അവർ നമ്മുടെ ഇല്ലാത്തപ്പോൾ, അവർ നമ്മുടെ ഇടയിൽ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ ഒരു ഹല്ലേലൂയ പറയണം. കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുമോ? ഈ ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് സ്തോത്രം കൊടുക്കാൻ, ദൈവത്തിന് പുകഴ്ച കൊടുക്കാൻ കർത്താവ് നമുക്ക് അവസരങ്ങളെ തന്നിരിക്കുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പൗലോസ് പറയുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ നമ്മളൊന്നും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ചിന്ത പൗലോസ് പറയുമ്പം, പൗലോസ് പറയുന്നു 6-ാം വാക്യം മുതൽ, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയത്തില്ല. വിശ്വാസത്തിൽ ബലഹീനരായ
അല്ലെ വേണ്ടതുപോലെയുള്ള പക്വതയില്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാകത്തില്ല. പൗലോസ് പറയുക, അപ്പോസ്തലൻ പറയുക, പക്വതയുള്ളവരുടെ ഇടയിൽ, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ഈ ജ്ഞാനം പ്രസ്താവിക്കുന്നു. എന്താ പറയുന്നതിൻ്റെ കാരണം? ഇത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് ഈ ജ്ഞാനം അറിയത്തില്ലായിരുന്നു. കാരണം ദൈവം അത് മറച്ചു വെച്ചു, അവർക്ക് മറഞ്ഞിരുന്നു. നമ്മുടെ തേജസ്സിനായിട്ട് ദൈവം അത് അവർക്ക് മറച്ചു വെച്ചു. ഇന്ന് ആരാധനയിലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എനിക്കും നിനക്കും പാടാൻ കൃപ കിട്ടേണ്ടതിന്, എനിക്കും നിനക്കും സ്തോത്രം പറയാൻ, എനിക്കും നിനക്കും പർദീസയിലേക്ക് പോകാൻ, അങ്ങനെയുള്ള അനുഗ്രഹം തരാൻ വേണ്ടി ലോകത്തിന്റെ പ്രഭുക്കൾക്ക് അത് മറച്ചു വെച്ചു. അവർക്കത് മനസ്സിലായിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഇന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഫിലദൽഫിയ സഭാ ഹാള് കാണുമോ? ഇവിടെ ഇരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നോ? എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പാട്ട് പാടാൻ കഴിയുമായിരുന്നോ? ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മൾ എത്ര ഉള്ളം തുറന്ന് സ്തോത്രം പറയണം. അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു. എന്തിന്? നമുക്ക് തേജസ് കിട്ടാൻ. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഈ മർമ്മം അവർക്ക് അറിയത്തില്ലായിരുന്നു. ഈ മർമ്മം അവർക്ക് അറിയായിരുന്നെങ്കിൽ 7-8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. എന്നിട്ട് പറയാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. ഇനിയും പറ, ഇതെന്താ? ഈ മർമ്മം എന്താ? സാധാരണപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടില്ലത്. 10-ാം വാക്യം, ആത്മാവ് ആഴങ്ങളെ അറിയുന്നു. ആ ആത്മാവിനാൽ നമുക്ക് അത് മനസ്സിലാക്കി കിട്ടി. കൃപയാൽ ആ അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ കർത്താവിന്റെ മേശയിൽ നമ്മൾ കരങ്ങളെ നീട്ടാൻ പോകുക. നമുക്ക് വേണ്ടി തലയിൽ മുൾക്കിരീടം ധരിക്കപ്പെട്ട, കൈകാലുകളിൽ ആണി അടിക്കപ്പെട്ട, പുറ ഒഴിവുചാലുകൾ പോലെ കീറപ്പെട്ട, വിലാപ്പുറം കുന്തം കൊണ്ടുള്ള കുത്തേൽക്കപ്പെട്ട ആ ദൈവപുത്രൻ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ഒരു ഭാഗ്യം ഓർക്കുമ്പം നമ്മൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ ദൈവത്തെ ആരാധിക്കാതിരിക്കും? അന്നേരം നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ, മറ്റേതൊക്കെ മെറ്റീരിയലായിട്ടുള്ള ബ്ലെസ്സിങ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അതൊക്കെ ദൈവം തരും. നമുക്കറിയാമല്ലോ, സീക്ക് ye first the kingdom of God and his righteousness and all these things shall be added. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും നമ്മൾ അന്വേഷിക്കുമ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് തമ്പുരാൻ തരും. നിനക്ക് സൗഖ്യമാണ് വേണ്ടതെങ്കിൽ സൗഖ്യം കർത്താവ് തരും. നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ അത് ദൈവം തരും. നിന്റെ തലമുറയുടെ വിഷയമാണെങ്കിൽ അത് കർത്താവ് പ്രവർത്തിക്കും. പക്ഷെ അതല്ല പ്രഥമമായിട്ടുള്ളത്, അതിനപ്പുറത്തുള്ള ദൈവത്തിന്റെ തേജസ്സാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ, കറ ചുളുക്കം മുതലായത്
ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്കു തന്നെ തേജസ്സോടെ, ഒന്ന് ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്. ആരെ മുൻനിർത്തേണ്ടതിന്? മണവാട്ടിയെ, സഭയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ കാൽവറിയിലെ ക്രൂശിലേക്ക് സ്നേഹം ഓർക്കുമ്പം എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തേ? എനിക്ക് തേജസ് തരാൻ, നിങ്ങൾക്ക് തേജസ് തരാൻ. എവിടെയായിരുന്നു നഷ്ടപ്പെട്ട്? മനുഷ്യൻ ദൈവവുമായിട്ട് അകന്നപ്പോൾ, ദൈവവുമായിട്ട് വേർപെട്ടപ്പോൾ, നമ്മുടെ ശൈലിയിൽ നമ്മൾ ബിബ്ലിക്കലായിട്ട് പറയുമ്പോൾ പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ, അതോടുകൂടി തേജസ് നഷ്ടപ്പെട്ടു. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ആ നഷ്ടപ്പെട്ട തേജസ് നിനക്ക് വാരിക്കോരി തരാനാണ് തമ്പുരാൻ കാൽവറി ക്രൂശിൽ മരിച്ചത്. അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതൊന്ന് ഓർത്ത് സ്തോത്രം പറയാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാസത്തിനകത്ത് തന്നെ ഒരു 5-6 പേരെ, ഒരു 81, 84, 85, 86 ഇങ്ങനെ വയസ്സുള്ള ആളുകളുടെ അടക്ക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. ഒരു മാസത്തിനകത്ത്, ഒറ്റ മാസത്തിനകത്ത്. നമ്മുടെ സെൻറ്ററിൽ ഏകദേശം ഒരു 2000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അന്നേരം ഓരോ പ്രായമുള്ള പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് തന്നെ അവരെ നാളുകൾ അങ്ങനെയുള്ള നിലയിലുള്ള മരണം. പക്ഷേങ്കിൽ ഞാൻ 85 വയസ്സുള്ള ഈ അമ്മച്ചി കണ്ണ് കാണാൻ വയ്യാത്ത, അല്ലെ അപ്പച്ചൻ ചെവി കേൾക്കാൻ വയ്യാത്ത, തൊലി ചുളുങ്ങിയ, BP ഉള്ള, ഷുഗറുള്ള, കൊളസ്ട്രോളുള്ള, ശരീരം ക്ഷയിച്ച ഈ പ്രിയപ്പെട്ടവരുടെ ദ്രവത്വമുള്ള ശരീരമാണ് മറവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വരവിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ മരിച്ച വിശുദ്ധന്മാർ പുനരുത്ഥാന ശരീരം പ്രാപിക്കും, തേജസ്സിന്റെ ശരീരം പ്രാപിക്കും, അവർ അദ്രവത്വമുള്ള ശരീരം പ്രാപിക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരോ അവർ തേജസ്കരണം പ്രാപിക്കും. അന്നേരം മരിച്ച വിശുദ്ധന്മാർ തേജസ്സിൽ, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ തേജസ്കരണം, അതും തേജസ്സിലാണ്. അന്നേരം കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു പ്രായശ്ചിത്ത ബലിയായി തീർന്നത് ആദം നഷ്ടപ്പെടുത്തിയ തേജസ്. ആമേൻ. ആദിമ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തേജസ്, നഷ്ടപ്പെടുത്തിയ തേജസ്സും ബഹുമാനവും എനിക്ക് വാരിക്കോരിത്തരാനാണ് തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിച്ചവനുമായ ആ ദൈവപുത്രൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത്. ആമേൻ. അതൊക്കെ ഒന്ന് ഓർക്കണം ദൈവമക്കളെ, അതൊക്കെ ഓർക്കണം. ചുമ്മാതിരിക്കുമ്പോൾ ഓർക്കണം. ഞായറാഴ്ച വരുമ്പോൾ മാത്രമല്ല, തിങ്കളാഴ്ച ഓർക്കണം, ചൊവ്വാഴ്ച ഓർക്കണം, എല്ലാ ദിവസവും ഓർക്കണം. കർത്താവേ, എനിക്ക് തേജസ് തരാനാണല്ലോ എന്നോർത്ത് സ്തോത്രം പറയണം. അങ്ങനെ ഞായറാഴ്ച ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ അത് തേജസ്സിന്റെ ശുശ്രൂഷയായിട്ട് തീരും, തേജസ്സിന്റെ ആരാധനയായി തീരും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ കർത്താവിൻ്റെ വരവിൽ തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രിയ അലക്സ് പാസ്റ്ററെ, ഞാൻ എൻ്റെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളൊക്കെ തേജസ്സായിരിക്കും, നമ്മളെല്ലാം തേജസ്സായിരിക്കും. തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടാകും. ഞങ്ങളെപ്പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്ത അമ്മച്ചി, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണെങ്കിൽ, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന അമ്മച്ചിയാണെങ്കിൽ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ചനാണെങ്കിൽ, പ്രസംഗിക്കുന്ന എന്നേക്കാൾ ഒരുപക്ഷെ തേജസ് ദൈവം അവർക്ക് കൂടുതൽ കൊടുക്കും. അതുകൊണ്ട് ആ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറഞ്ഞത്, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ,
നക്ഷത്രങ്ങളുടെ തേജസ് വരെ നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്, വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാൻ പോകുകയാണ്. പക്ഷെ കർത്താവിൻ്റെ വരവിൽ നടുവേദന അതൊന്നുമല്ല. നമ്മുടെ ഫ്രെയിം ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുന്ന ഫ്രെയിം ആയിരിക്കും. പക്ഷെ തേജസ്സിൽ ഫ്ലെക്സിബിളായ തേജസ് എന്ന് പറഞ്ഞ കോടി കോടി നക്ഷത്രങ്ങളെ താണ്ടി നമ്മൾ പാടുമല്ലോ, മൽപ്രിയനേ എന്നേശുനായകൻ എപ്പോൾ വരും, മൽപ്രിയനേ എന്നേശുനായകനേ എപ്പോൾ വരും. ഇതെല്ലാം നമുക്ക് പാടാൻ നേരമില്ല. അതിൻ്റെ ഒരു ഭാഗം കൂടെ, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ താണ്ടി മതി നിങ്ങൾ പാടുമെന്ന് എനിക്കറിയാം. നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയുന്നേ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോകാൻ മനുഷ്യന്റെ ഒരു ജന്മം കൊണ്ട് കഴിയില്ല. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചു. മണിക്കൂറിൽ 10 ലക്ഷം മൈൽ വേഗത്തിൽ പായുന്ന റോക്കറ്റ് കണ്ടുപിടിച്ച് 100 വർഷം കൊണ്ട് പോയാലും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ പോകാൻ കഴിയത്തില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് കൊണ്ട് പോകാൻ കഴിയില്ല. നമുക്കിന്ന് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒക്കെ പോകാൻ ഒരു പക്ഷേ സാധിച്ചു. നമ്മൾ ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട്. ചൊവ്വയിലേക്ക് പോകാനായിട്ട് ചൊവ്വായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില അറ്റംപ്റ്റ് ഒക്കെ വിജയിച്ചിട്ടുണ്ട്. ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രത്തിൽ പോകണമെങ്കിൽ ഒരു മനുഷ്യായുസ് കൊണ്ട് പറ്റൂല. 100 കണക്കിന് വർഷം വേണം. അന്നേരം നമ്മൾ ഇവിടെ കർത്താവിൻ്റെ വരവിലെ തേജസ്കരണമൊക്കെ പ്രാപിച്ചു കഴിയുമ്പം നമ്മൾ ധരിക്കുന്ന സൂട്ടില്ലേ, സ്പേസ് സൂട്ട്, ഇവിടുത്തെ തലത്തിലുള്ളതല്ല. ഇവിടെ ഓരോ സ്ഥലത്ത് പോകണമെങ്കിൽ അതനുസരിച്ചുള്ള സൂട്ട് വേണം. അത് നമുക്ക് പറ്റത്തില്ല. എന്നാൽ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കോടിക്കണക്കിന്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ക്ഷീരപഥം എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെയുള്ള ധാരാളം ക്ഷീരപഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളെയൊക്കെ ഒക്കെ 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 കടന്ന് നമ്മൾ എവിടെത്തും? നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ എത്തും. അത് പറഞ്ഞിട്ട് സന്തോഷമില്ലല്ലോ. നമ്മളിന്ന് പാടുപെടുന്ന നമുക്കറിയാമല്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുമ്പം, ദൈവ തേജസ് ഒരുക്കുമ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പം അത് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. അന്നേരം നമ്മൾ ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച നമ്മൾ ആത്മാവിലൊന്ന് കണ്ടേ. എങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാം? എങ്ങനെ ദൈവത്തിന് പുകഴ്ച കൊടുക്കാതിരിക്കാം? നമുക്കറിയാമല്ലോ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ആരോടൊരുമിച്ച് മരിച്ച വിശുദ്ധന്മാരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അടുത്ത ഭാഗം, ഇങ്ങനെ നാം എപ്പോഴും, വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നാം എപ്പോഴും, കർത്താവ് വരും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോടിരിക്കുന്ന നമ്മൾ
രൂപാന്തരപ്പെടും. എന്നിട്ട് മരിച്ച വിശുദ്ധന്മാരും നമ്മളും കൂടെ ചേർന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും. ഇങ്ങനെ നാം 24/7 അല്ല, അവിടെ 24 ഇല്ല, സൂര്യനും ഇല്ല, ചന്ദ്രനും ഇല്ല, അങ്ങനൊന്നുമില്ല. നിങ്ങളത് വെളിപ്പാട് പുസ്തകം 21 അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞാട് വെളിച്ചമാണ്, സൂര്യനില്ല. മുമ്പേ നമ്മൾ 121 സങ്കീർത്തനത്തിൽ വായിച്ചു, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. ഇത് ഇവിടുത്തെ കാര്യമെന്നും ഇവിടുത്തെ പ്രകൃതിക്ഷോഭവും പ്രശ്നങ്ങളും ഒക്കെ നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ അതിനപ്പുറത്തായിട്ട് അതൊന്നുമില്ലാത്ത ഒരു നാട്, കുഞ്ഞാട് വിളക്കായിട്ടിരിക്കുന്ന ഒരു നാട്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചിരിക്കുന്ന നാട്, ഇത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. നമ്മള് ഈ പ്രോസ്പെരിറ്റിയുടെ ഒക്കെ പുറകെ പലപ്പോഴും പരക്കം പായുക. അത് വേണ്ടെന്നല്ല, നമുക്കിതൊക്കെ വേണം. പക്ഷെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുന്നത് ഇതിനൊന്നും അല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇതിനൊന്നുമല്ല, ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്ന ഇതിനൊന്നുമല്ല. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും എന്നുള്ള പ്രതീക്ഷയോട് അതുവരെ എന്താ ചെയ്യുന്നേ? ആ 121 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം, ഫ്രം ദിസ് ഡേ ഐ വിൽ പ്രിസർവ് യു, ഫ്രം ദിസ് ഡേ ഐ വിൽ പ്രിസർവ് യു. അത് എവിടെ വരെയാ? അങ്ങ് എത്തുന്നിടം വരെ. ഇന്ന് പകൽക്കാലത്തെ ആരാധന ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇവിടെയുള്ള കാര്യങ്ങളിൽ കൊണ്ട് തൃപ്തിപ്പെടാതെ അതിനപ്പുറത്തായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട്, ഒരു വലിയ ദർശനം നമ്മുടെ അന്തരാത്മാവിലൊന്ന് കത്തട്ടെ. ഇവിടെ വേണ്ടത് കർത്താവ് തരും. എന്നാൽ നമ്മൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ല, അതിനപ്പുറത്തായിട്ടൊരു ദൈവപ്രവൃത്തിയുണ്ട്. നമ്മൾ ഇങ്ങനെ ഉള്ള പ്രവൃത്തികളെയൊക്കെ കാണുമ്പം നമ്മൾ എങ്ങനെ ഇരിക്കണ്ടേ? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. നമുക്കറിയാം, പുതുവാന ഭൂമി, പുതിയ ആകാശം, ഈ പുതുവാന ഭൂമിയിലേക്ക് പുതിയ യെരൂശലേം, ഇതൊക്കെ ചെറിയ രീതിയിലുള്ള പരിപാടിയെ കിട്ടിയിട്ടുള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് മുത്തുമയമായി വിളങ്ങും പട്ടണമണാത് പുത്തൻ യെരൂശലേം പുരം തത്ര ശോഭിതം. മുത്തുമയമായി വിളങ്ങും പട്ടണമണാത് പുത്തൻ യെരൂശലേം. ഇതൊക്കെ ഓർത്താൽ എങ്ങനെ പാടാതിരിക്കും? അവിടെ ആരാ പോനെ? പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ചവരൽ. പാവനമാം പട്ടണത്തിൽ ആരു കടന്നീടും, പാപമറ്റ ജീവിതം നയിച്ച. അടുത്തതൊന്ന് നിർത്തി പാടണേ. നീതിയായി നടന്നു നേർ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യാമുള്ള മണവാട്ടി മാത്രം, അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരം മണന്റെ നിത്യമാം വീട് എൻ്റെ. അന്നേരം ആ പ്രത്യാശയോടെ ജീവിക്കുന്ന നമ്മൾ, ഷോർട്ട് ടൈം ബിഗ് അസൈൻമെന്റ്. ഈ ഫിലദൽഫിയ സഭയ്ക്ക് ഒരു വലിയ ദൗത്യം ഉണ്ടാവണം. ദർശനമുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാകണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പ്രയോജനപ്പെട്ടേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മെ ഒരു ദൈവകരങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് സമർപ്പിക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിൻ്റെ 28 വാക്യം പഠിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട്, ആ വാക്യം ഒന്ന് വായിച്ച 1:28. ദൈവം അവരെ ആ ആ ആ ആ
4 പ്രധാന കാര്യങ്ങൾ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ അനുഗ്രഹിച്ചേക്കുന്നേ: 1 പെരുകണം, 2 നിറയണം, 3 അടക്കണം, 4 വാഴണം. മനസ്സിലാക്കണം. 1 പെരുകണം, 2 നിറയണം, 3 അടക്കണം, 4 വാഴണം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നേനെ. ആദം അതിൽ പരാജയപ്പെട്ടു. എന്നാൽ യേശു കർത്താവ് ചങ്കിലെ ചോര തന്ന് നമ്മെ മണവാട്ടിയാക്കി തീർത്തില്ലേ? സഭ അതിൽ വിജയിക്കണം. ആമേൻ. എങ്ങനെ സഭയ്ക്ക് വിജയിക്കാൻ പറ്റും? ഞാൻ ഫിലദൽഫിയ സഭയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ബെഞ്ചൊക്കെ നിറയണം, ഈ ഹാളൊക്കെ നിറയണമെന്ന് പെരുകണം. ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് ആളുകളെ കൊണ്ട്, അത് പാസ്റ്ററുടെ മാത്രമുള്ള ജോലിയല്ല. ദൈവം നമ്മെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണത്. ദൈവത്തിന്റെ കർത്താവിന്റെ മണവാട്ടി അത് ചെയ്യണം, പെരുകണം. പെരുകിട്ട് ഹോളൊക്കെ എന്ത് ചെയ്യണം? ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഈ വഴിയൊക്കെ ചിരിയോടൊക്കെ വല്ല പാസ്റ്റർ പറഞ്ഞ അപ്പുറത്തേം കൂടെ മേടിക്കാതിരിക്കുവാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം നിങ്ങളിനി മേടിച്ചാലും മേടിച്ചില്ലേലും ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം അതും കൂടെ മേടിച്ച് ഇതൊന്ന് ഒരു നിറവിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ട് സെക്രട്ടറി ചിരിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. കാരണം നടക്കത്തില്ലേ? നടക്കുവോ? നടക്കണം. നമുക്ക് പെരുകണം, നമുക്ക് നിറയണം, എന്നിട്ട് ഇതിനെ അടക്കണം. കർത്താവ് എന്താ പറഞ്ഞേ? ബലവാനെ പിടിച്ചു കെട്ടണം. അവൻ നമ്മുടെ നന്മ എടുത്ത് അവന്റെ അരമനെ കൊണ്ട് വെച്ചിരിക്കുക. അവൻ വലിയൊരു കോട്ട പണിതിട്ട് ആ കോട്ടയിൽ എഴുതി വെച്ചിരിക്കുക, പ്രോഹിബിറ്റഡ് ഏറിയ. ഇവിടുത്തെ ഫിലദൽഫിയയിലുള്ള വിശുദ്ധന്മാരോട് പറയാ, പ്രോഹിബിറ്റഡ് ഏറിയ. നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ ആ കോട്ട പൊളിക്കണം. നീ എഴുതണം, ഇത് പെർമിറ്റഡ് ഏറിയ. ഈ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന, ആത്മാക്കളോടുള്ള ബന്ധത്തിൽ ദൈവം ഇത്ര ആത്മാക്കൾ തരണമെന്നൊക്കെ നിങ്ങളിപ്പോ ചോദിക്കും, അത് പിശാച് പറയും നടക്കത്തില്ലടാ, നീ എത്ര നാൾ നടക്കത്തില്ല. എന്നാ നീ പറയണം, പിശാചേ, നീ പ്രോഹിബിറ്റഡ് ഏറിയ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കോട്ട ഞാനത് പെർമിറ്റഡ് ഏറിയാക്കാൻ പോവുക. വിശ്വാസത്താൽ പറയാൻ പറ്റുമോ? ചില കോട്ടകൾ തകരട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ. നിന്റെ തലമുറ നീ അനുഭവിക്കേണ്ട നന്മ, നീ അനുഭവിക്കേണ്ട മുന്നേറ്റം, നീ അനുഭവിക്കേണ്ട വിടുതൽ, അതൊക്കെ യവൻ പിടിച്ച് അവന്റെ കോട്ടയ്ക്കകത്ത് കൊണ്ടുവച്ചേക്കുക. കർത്താവ് പറഞ്ഞു, അവനെ പിടിച്ചു കെട്ടണമെങ്കിൽ നീ അവനേക്കാൾ ശക്തനായിട്ട് തീരണം. ആമേൻ. ഒരു സ്തോത്രം പറയാമോ? ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? വാ തുറന്നൊരു സ്തോത്രം പറയുകയും കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്തേ. നിനക്ക് പ്രവേശനം ഇല്ലെന്ന് പിശാച് എഴുതി വെച്ചിരിക്കുന്ന ചില പ്രോഹിബിറ്റഡ് ഏറിയ ഇന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പറ, എനിക്കത് പെർമിറ്റഡ് ഏറിയാണ്, അതെനിക്ക് പെർമിറ്റഡ് ഏറിയാണ്. എന്റെ വിടുതലിന്റെ ദിവസമാണ്. യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. ഈ ഫിലദൽഫിയ സഭ ആത്മനിയോഗത്തോടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിപ്പാൻ എന്നെ ദൈവം തയ്യാറാണ്. പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങൾ അത് വേണ്ടതുപോലെ ഏറ്റെടുത്തില്ലേലോ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? ദൈവത്തിനൊന്നും നമ്മെ കൊണ്ടാ ചെയ്യാൻ പറ്റുന്നേ. പക്ഷെ നമ്മൾ വേണ്ടതുപോലെയുള്ള സമർപ്പണം എടുത്ത് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് ദൈവ ഇഷ്ടപ്രകാരം നാം മുൻപോട്ട് നീങ്ങിയ ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയത് ഇതിനു വേണ്ടി. എന്തിനാ? പെരുകണം, മറക്കല്ലേ, പെരുകണം, നിറയണം, അടക്കണമെന്നേ, പിടിച്ചടക്കണമെന്നേ. നിന്റെ മേലുള്ള അഭിഷേകം വലിയ അഭിഷേകമാ. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ നീ പിടിച്ചടക്കുക മാത്രമല്ല, നീ വാഴണം. ചിലപ്പോ ഇന്ന് പല കുടുംബങ്ങളിലും പല വ്യക്തികളിലും വാഴുന്ന ആരാ?
മറ്റവനാ. നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞേ? പല വ്യക്തികളിലും വാഴുന്നത് മറ്റവനാ, പല കുടുംബങ്ങളിലും വാഴുന്ന മറ്റവനാ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കും ദൈവത്തിന്റെ പൈതലേ, അവന് വാഴാനുള്ള ഇടമല്ല നമ്മൾ അവനെ വാഴണം, നമ്മൾ അവന്റെ വാഴണം. നമ്മൾ ദൈവനാമ മഹത്വത്തിനായിട്ട് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഇന്ന് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അധികം താമസിയാതെ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നിടം വരെ ആത്മാവിൽ നാം ജയിക്കണം, ആത്മാവിൽ ജയിക്കണം, ആത്മാവിൽ പിടിച്ചടക്കണം, ആത്മാവിൽ വാഴണം. നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഫിലദൽഫിയ സഭ അങ്ങനെ ആകട്ടെ, ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ അങ്ങനെ ആകട്ടെ, ഇവിടെയുള്ള ചെറുപ്പക്കാർ അങ്ങനെ ആകട്ടെ, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ ആകട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിൽ ശക്തരായിട്ട് തീരാം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വലിയ വലിയ ചിന്ത. എന്താ ചിന്ത? ഞാൻ പറഞ്ഞ ചിന്ത നിങ്ങൾ മറക്കരുത്. ഷോർട്ട് ടൈം ബിഗ് അസൈൻമെന്റ്. ഇന്ന് ഇവിടെ പ്രിയ പാസ് പറഞ്ഞു, ഞാൻ രാവിലെ എനിക്ക് മെസ്സേജ് വന്നു, 28 പാസ് 21 ആ കുട്ടി 28. അന്നേരം 28 വയസ്സുള്ള മോള് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനും കൂടെ മെമ്പർഷിപ്പുള്ള വാഴൂർ സഭയോടുള്ള ബന്ധത്തിൽ കൂടുന്ന സഹോദരങ്ങളുടെ ഒരു സഹോദരൻ്റെ മോളാണ് മരിച്ചത്. നമുക്ക് 21 വയസ്സിലോ 28 വയസ്സിലോ ഒക്കെ അറ്റാക്ക് എന്ന് പറയാൻ ചിന്തിക്കാൻ പറ്റുമോ? ഇന്നതൊരു വിഷയമല്ല. നമ്മുടെ ഷോർട്ട് ടൈം 70 വയസ്സ് വരെ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചിരിക്കണ്ട. ദൈവം തരുന്നെങ്കിൽ മേടിച്ചോ, ദൈവം തരുന്നെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിച്ചോ. ഈ ചെറിയ ആയുസ് കർത്താവിന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറയാം. എന്നിട്ട് നമ്മൾ ഇനി ഒന്ന് പറഞ്ഞേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും വാതുറന്നെന്ന് പറഞ്ഞേ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. അടുത്തിരിക്കുന്ന ഒരു കരം ഒന്ന് കൊടുത്തൊന്ന് ഒന്ന് പറയാൻ നോക്കിയേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. നിങ്ങൾ അകത്ത് അടുത്തിരിക്കുന്നവരെ നോക്കിയിട്ട് കരം കൊടുത്താൽ മതി. മൊത്തം പറയാൻ അറിയത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് കരം കൊടുത്തിട്ട് ഒന്ന് മുഖത്തോട്ടൊന്ന് നോക്കിയേ. എത്ര നാളായി മുഖത്തോട്ട് നോക്കിയിട്ട്? ഇരുന്നിട്ട് പോകുകയല്ലാതെ അടുത്തിരിക്കുന്നവരെ അറിയാമോ? ഇന്ന് ആരാധനയ്ക്ക് അടുത്തിരിക്കുന്ന ആരാണെന്ന് ഇപ്പം മനസ്സിലായി. സാധാരണ മനസ്സിലാകുമോ? മനസ്സിലാകണം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും. ആ വാക്യത്തിന്റെ എല്ലാ ഭാഗമൊന്നും ഞാൻ വിശദീകരിക്കാൻ സമയമെടുത്തില്ല. ധാരാളം കാര്യങ്ങൾ ആ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ധാരാളം പറയാനായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാവിപരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് നാം പുഞ്ചിരിയിടണം. അങ്ങനെയില്ല, നല്ല നാളേക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം എടുക്കുക. കർത്താവ് എത്ര നാൾ എനിക്ക് തരുന്നോ അത്രയും നാൾ കർത്താവിന് വേണ്ടി. കാരണം കർത്താവ് ചങ്കിലെ ചോരയല്ലേ തന്നെ. എനിക്കറിയാവുന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി മാസയോഗത്തിനൊക്കെ വരുമ്പോൾ പാടും. അമ്മച്ചിക്ക് പാടണമെന്ന് അറിയാവുന്ന അങ്ങനെ അറിയത്തൊന്നുമില്ല, എന്നാലും അമ്മച്ചി പാടും. ചങ്കിലെ ചോര കൊണ്ട്. ആ പാട്ട് പാടുമ്പോൾ അമ്മച്ചിയെ നോക്കി ആളുകൾ ചിരിക്കും. പക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയോ? ചങ്കിലെ ചോര തന്ന എന്നെയും നിന്നെയും കർത്താവ് വീണ്ടെടുത്തേ. ഇത് കളിക്കളമല്ല, ഇത് പോർക്കളമാണ്. നമ്മൾ വെട്ടുക്കിളിയെ പോലെ ഇരിക്കേണ്ട ആളുകളല്ല. നിഷ്ക്രിയത്വം എന്ന മാളത്തിൽ നിന്ന് വെളിയിൽ ഹുങ്കാര പ്രതാപത്തോടെ നിൽക്കുന്ന പടക്കുതിരയെ പോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഫിലദൽഫിയ സഭയെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററോടും സഭയോടും സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇങ്ങനൊരു അവസരം കർത്താവ് തന്നല്ലോ. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.